ഹലോ ഓൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം JEE അഡ്വാൻസ് 2024 എക്സാം കഴിഞ്ഞു. പ്രത്യേകിച്ച് ആരവങ്ങളും വിളികളൊന്നുമില്ല. നീറ്റ് എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു പിറ്റേ ദിവസത്തെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു. 720ൽ 700+ ഇത്ര ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ബഹളമായിരുന്നു. കട്ട് ഓഫ് കൂടുമോ കുറയുമോ, ആകെ ഒരു കോലാഹലമായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഒരു മരണ വീട് പോലെയാണ്. JEE എക്സാം കഴിഞ്ഞു. പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ അധികമൊന്നും പറയാനില്ല അല്ലേ. അതങ്ങനെ കഴിഞ്ഞു പോയി അല്ലേ. എന്തോ ഒരു എക്സാം പോലെ കഴിഞ്ഞു പോയി. ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് ഏറ്റവും മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെസ്പോൺസ് ഇതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പല ആളുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് IITകളിൽ അണ്ടർ റെപ്രസെൻറ്റഡ് ആയി പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ശീലത്തിനൊരു മാറ്റം വരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം എന്നുള്ളത്. എല്ലാവരും IIT പോകണം എന്നുള്ളതല്ല, പക്ഷേ കുറേ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമുക്ക് IITകളിലും NITകളിലൊക്കെ എത്തിക്കാൻ സാധിക്കണം. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ആ ഓപ്പർച്യൂണിറ്റി പലപ്പോഴും നമ്മൾ മുതലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 JEE അഡ്വാൻസ്ഡ് പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പേപ്പർ 1 പേപ്പർ 2 സൊല്യൂഷൻ ഇന്നലെ നമ്മുടെ XNY യൂണിവേഴ്സൽ JEE ചാനലിൽ പേപ്പർ 1 സൊല്യൂഷൻസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. പേപ്പർ 2 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫിക്കൽറ്റി അനാലിസിസ് നോക്കുകയാണെങ്കിൽ ജനറലി എനിക്ക് പേപ്പർ കണ്ടപ്പോൾ തോന്നിയത് ഫിസിക്സ് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട്, പേപ്പർ 2 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു തോന്നി. പേപ്പർ 1നേക്കാളും പേപ്പർ 2 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു തോന്നി. ഫിസിക്സ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട്, ഫിസിക്സ് പേപ്പർ 2 ഡിഫിക്കൽട്ട് ആണ്. കെമിസ്ട്രി ഈസി ടു മോഡറേറ്റ് ആയിട്ടുള്ള പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള പേപ്പറാണ് എന്നാണ് ജനറലി കെമിസ്ട്രി എക്സ്പെർട്സ് പറയുന്നത്. മാത്തമാറ്റിക്സ് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറാണ്. പക്ഷേ വളരെ ലെങ്തി കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഇന്നലെ ഞാൻ സൊല്യൂഷൻസ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഡൂവബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ബട്ട് ഡെഫിനറ്റ്ലി എന്ത് വേണം, നമുക്കൊരു ഹയർ ലെവൽ ഓഫ് പ്രാക്ടീസ് വേണം. ഓക്കെ, ഇനി പേപ്പർ 1 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഒരു 4 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓൺലി 1 കറക്റ്റ് 4 ഉണ്ടായിരുന്നു. അതേപോലെ 1 ഓർ മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ്, ഇത് JEEയുടെ ഒരു പ്രത്യേകതയാണ്. 3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാച്ചിങ് ലിസ്റ്റ് സെറ്റ്, ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടോട്ടൽ 17 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 60 മാർക്കാണ് ഒരു പേപ്പർ ഒരു ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 180 മാർക്കിനാണ് പേപ്പർ 1 ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന പാറ്റേൺസ് തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ പാറ്റേൺസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ക്ലാസ് 11 ക്ലാസ് 12 നോക്കുമ്പോൾ ക്ലാസ് 12 എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് 12 എന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ്. കുറച്ചധികം 70% എന്നുള്ളത്. മാത്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിഗണോമെട്രി, ആൾജിബ്ര 11th, ആൾജിബ്ര 12th ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോബബിലിറ്റി 11th നിന്നില്ല, 12th നിന്നുണ്ട്. അതേപോലെ കാൽക്കുലസ് 3D വെക്ടേഴ്സ് എല്ലാത്തിൽ നിന്നും ഒരു അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്ത് വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾജിബ്രയുടെ ഒരു ഹെവിയർ സൈഡ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഒരു പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെറ്റ് തിയറി യൂസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇനി കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക്, ഓർഗാനിക്, സാധാരണ എല്ലാത്തിൽ നിന്നും എന്താണ് ഏകദേശം ഈക്വൽ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഹെവിയർ സൈഡിലോട്ട് കാണാം. ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. മേ ബി ഇനോർഗാനിക്, ഓർഗാനിക് സിമിലർ ചോദിച്ചതുകൊണ്ട് കെമിസ്ട്രി പേപ്പർ കുറച്ചൊരു ഈസിയർ ആയി മാറുന്നത്. ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് 2, ഓസിലേഷൻ വേവ്സ് 2, ഇലക്ട്രോ മാഗ്നറ്റിസം 4, മോഡേൺ ഫിസിക്സ് 1, ഒപ്റ്റിക്സ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 17 ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം തന്നെയാണ് അതിൽ ഹെവിയർ ആയി നിൽക്കുന്നത്. ഒപ്റ്റിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ പേപ്പർ 2ലോട്ട് വരാം. പേപ്പർ 2 ചെറിയൊരു ചേഞ്ച് ഇൻ പാറ്റേൺ ഉണ്ട്. ചേഞ്ച് ഇൻ പാറ്റേൺ മീൻസ് ആദ്യത്തെ 3 അതേപോലെ തന്നെ, പിന്നെ ഒരു പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഒരു കോംപ്രഹെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് വീതം തന്നിട്ടുണ്ട്. 2 കോംപ്രഹെൻഷൻ തന്നിട്ട് ഓരോന്ന് 2 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ്. 17 ക്വസ്റ്റ്യൻ തന്നെയാണ്. ടോട്ടൽ 60 മാർക്കിന് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ മാർക്സ് 360 ഓക്കെ, അപ്പോൾ 360 നമുക്ക് പേപ്പർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് 12 തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ക്ലാസ് 12 തന്നെയാണ് ഹെവിയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് 11 31.4%, കഴിഞ്ഞ തവണത്തെ അതേപോലെ, കഴിഞ്ഞ പേപ്പർ 1 അതേപോലെ തന്നെ. മാത്സിൽ നമ്മൾ വരികയാണെങ്കിൽ വീണ്ടും ട്രിഗണോമെട്രിന്ന് ഇപ്രാവശ്യം 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സാധാരണ ട്രിഗണോമെട്രി ചിലപ്പോൾ മറ്റ് സബ്ജക്ട്സുമായിട്ട് ജോയിൻ ചെയ്താണ് ചോദിക്കാറുള്ളത്. ഇത്തവണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഓരോ പേപ്പറിലും വന്നിട്ടുണ്ട്. ആൾജിബ്ര 11th നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി, പ്രോബബിലിറ്റി, കാൽക്കുലസ്, ഹെവിയർ ഓൺ കാൽക്കുലസ്. പേപ്പർ 2 ഈസ് വെരി ഹെവി ഓൺ കാൽക്കുലസ്. ഓക്കെ,
ഓക്കെ. അതേപോലെ 3D വെക്ടറിന് ഓരോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ കാൽക്കുലസ് ഹെവിയർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും പല ആളുകൾക്കും അത് ഡിഫിക്കൽട്ടായി തോന്നുന്നത്. എന്തായാലും 17 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ദാറ്റ് പാറ്റേൺ, റൈറ്റ്? ഫിസിക്കൽ കെമിസ്ട്രി 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാനുള്ളത് ഇവിടെ കൂടുതലാണ്. പേപ്പർ 1 അത് ഓൾമോസ്റ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിരുന്നു. ഇനോർഗാനിക് ഇവിടെ കുറഞ്ഞു, ഓർഗാനിക് സെയിം ആയി നിൽക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി ഫിസിക്സിലോട്ട് പോവുകയാണെങ്കിൽ ഫിസിക്സിൽ മെക്കാനിക്സ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. തെർമോഡൈനാമിക്സ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇലക്ട്രോ മാഗ്നറ്റിക്സിന് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി +1 +2 ഈ 2 ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ വളരെ ഹെവിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ മോഡേൺ ഫിസിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്സ് 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 17 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഫിസിക്സിലും ഉള്ളത്. ഇനി ഈ വർഷത്തെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും IITസിലോട്ട് എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ സാധാരണ നമ്മൾ നീറ്റിനൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും ഡാറ്റ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ആരും ഡാറ്റ ഒന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ജനറലി ആളുകൾ എന്ത് പറയുന്നു എല്ലായിടത്തും നോക്കിയിട്ടാണ് ഈ ഒരു കട്ട് ഓഫ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ടോപ്പ് 10 റാങ്ക് വരണമെങ്കിൽ 360 ഒരു 315 320 മാർക്ക്, ടോപ്പ് 100 വരണമെങ്കിൽ 280 ആൻഡ് എബോവ്, ടോപ്പ് 500 വരണമെങ്കിൽ 240 ആൻഡ് എബോവ്, ടോപ്പ് 1000 നിങ്ങൾക്ക് 205 ഓർ 215 മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 1000 വരാം. ഒരു പകുതി മാർക്ക് ഉണ്ടെങ്കിൽ ടോപ്പ് 2000 നിങ്ങൾക്ക് വരാൻ പറ്റും. ടോപ്പ് 5000 വരാൻ നിങ്ങൾക്ക് ഒരു 135 145 മാർക്സ് മതി. ടോപ്പ് 10,000 അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു IITയിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 അറൗണ്ട് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു IITയിൽ കിട്ടും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, സോ എനിക്ക് ഈ പേപ്പേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെർട്ടൻലി ഇതൊക്കെ ഡൂവബിൾ ആണ്. എനിക്ക് JEE അഡ്വാൻസ്ഡിന് പ്രിപ്പയർ ചെയ്യുന്ന സ്വപ്നം കാണുന്ന കുട്ടികളോട് പറയാനുള്ളത് JEE അഡ്വാൻസ്ഡ് ആർക്കും കിട്ടാത്ത എന്തോ ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു കാര്യമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രാക്ടീസ്, ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് പ്രാക്ടീസ്. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റിനെ നന്നായിട്ട് എന്താ പറയുക, നന്നായി ടെസ്റ്റ് ചെയ്യുന്നൊരു എക്സാമാണ് JEE അഡ്വാൻസ് എന്നുള്ളത്. അതൊരിക്കലും വേറെ മുൻമാതൃകകളൊന്നും ഇല്ലാത്ത പരീക്ഷയാണ്. JEE മെയിൻസും മറ്റ് നീറ്റോ കീമോ ഏത് എക്സാമുകളാകട്ടെ അവിടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമല്ല അല്ലേ. പുതിയ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. അവിടെ തന്നെ നമ്മുടെ ഒരു ചിന്ത എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുന്ന ഒരു പരീക്ഷയാണ് JEE അഡ്വാൻസ്ഡ്. നിങ്ങൾക്ക് ഇന്നലെ പേപ്പർ 1 മാത്സ് ഞാൻ സോൾവ് ചെയ്ത് നിങ്ങൾ എടുത്തു നോക്കുക, നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അവിടെ കൃത്യമായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സബ്ജക്റ്റ് നോളജ് എന്നുള്ളതും നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്നുള്ളതും നന്നായിട്ട് ടെസ്റ്റ് ചെയ്യും. വളരെ ലെങ്തി ആയി പോകുന്ന ഒരു എക്സാം അല്ല. പലപ്പോഴും ഞാൻ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളത് JEE അഡ്വാൻസ് എന്ന പേരിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് പലതും വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ആക്ച്വലി JEE അഡ്വാൻസ്ഡിന് വരുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സെർട്ടൺ ട്വിസ്റ്റ് ഉള്ള, ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ലാംഗ്വേജ് വഴി നിങ്ങളെ കുറേ പേടിപ്പിക്കാൻ ശ്രമിക്കും. ഇതിങ്ങനെ കുറേ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ദിസ് എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്, ദാറ്റ് എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്, അതിങ്ങനെ സംഭവം വളരെ സിമ്പിളായിരിക്കും. അതിനൊരു മാത്തമാറ്റിക്കൽ ടേംസിലോട്ട് മാറ്റുമ്പോൾ അത് കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ട്രിക്ക് ചെയ്യാനാണ് പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അവിടെ ചെറിയൊരു സ്പാർക്ക് നമുക്ക് വന്നാൽ പലതും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പരമാവധി JEE അഡ്വാൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് JEE അഡ്വാൻസിന് വേണ്ടി ചെയ്യാനുള്ളത്. ചെയ്താൽ നമുക്ക് ഡെഫിനറ്റ്ലി JEE അഡ്വാൻസ്ഡ് കിട്ടും കേട്ടോ. സോ ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ JEE ബാച്ച് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. നമ്മൾ അഡ്മിഷനൊക്കെ ഏകദേശം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു 11th എന്നാലും ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, എനിക്കിങ്ങനെ കുറേ ആളുകൾ എന്തായാലും അതിലോട്ട് എടുക്കുന്നില്ല. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് താഴെയുള്ള ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് അലോട്ട്. നീറ്റ് പോലെ തന്നെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പരീക്ഷ തന്നെയാണ് JEEയും. അത് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ JEEയിലോട്ട് കടന്നു വരിക. നമുക്ക് എന്തായാലും ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് അലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.